So first നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇൻസ്റ്റലേഷൻ പൈത്തൺ ഇൻസ്റ്റലേഷൻ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളും പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബേസിക് സിന്റാക്സും സ്ട്രക്ചേഴ്സും നമ്മൾ എഴുതി തുടങ്ങുന്ന ബേസിക് ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. practice.py എന്നാണ് ഞാൻ ഫയലിന്റെ പേര് കൊടുത്തത്. നമ്മൾ ജസ്റ്റ് ആ ഫോൾഡറിൽ പോയി കമാൻഡ് ഓപ്പൺ ചെയ്തു, ഫയൽ ഓൺ ചെയ്ത് വെച്ചിട്ടു. നമുക്ക് ജസ്റ്റ് സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ practice.py എന്ന വേർഡ് ഡോക്യുമെന്റ് ഇങ്ങനെ അറിയാലോ. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ജസ്റ്റ് ആ ഫയൽ നമുക്കതിൽ ഓപ്പൺ ആയി. നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു സ്ക്രിപ്റ്റ് എങ്ങനെ റൺ ചെയ്യുന്നത്, അതായത് പൈത്തൺ എങ്ങനെ ഒരു ഫയൽ റൺ ചെയ്യുന്നത് നോക്കാം. ഒരു ഏരിയയിൽ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇത്തവണ ഡയറക്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് കയ്യിലുള്ള സിസ്റ്റത്തിലുള്ള എന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് അറിയാതെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് ഡാറ്റ നമ്മൾ കാണിക്കാൻ ഷോക്കേസ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. പ്രിന്റ് എന്ത് ചെയ്തു, ഹായ് സേവ് ചെയ്തു. ഇവിടെ മറ്റുള്ള പ്രോഗ്രാമുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എന്താണോ വേരിയബിൾ കൊടുക്കുന്നത് ജസ്റ്റ് അത് കൊടുത്തു സേവ് ചെയ്തു. ഫയൽ സേവ് ആയി. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് പോയി നമ്മൾ പറഞ്ഞു പൈത്തൺ വേർഷൻ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3.3 എന്നുള്ള വേർഷനാണ് ഇൻസ്റ്റാൾ ലേറ്റസ്റ്റ് വേർഷൻ നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, പൈത്തൺ നമ്മുടെ ഫയൽ നെയിം എന്തായിരുന്നു, ശരിക്കും നമ്മളിവിടെ practice.py കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ ഫോൾഡറിൽ തന്നെ, ഈ ഫോൾഡറിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ practice.py എന്നുള്ള ഫയൽ ഉണ്ട്. നിങ്ങൾ യൂഷ്വലി ഏത് പാത്തിലാണ് ഉള്ളത് ആ പാത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാം. ഇതിപ്പോ നമ്മൾ നോർമലി ഇങ്ങനെ ഒരു പൊസിഷൻ ഡയറക്റ്റ് നമ്മൾ കമന്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക. നമ്മുടെ കയ്യിൽ ഇവിടെ വരുമ്പോൾ എന്താണ്, വൺ ഡ്രൈവ്, അതിൻ്റെ ഉള്ളിൽ ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിലാണ് ശരിക്കും കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ പാത്തേക്ക് ഒന്നല്ലെങ്കിൽ പോകണം. വൺ ഡ്രൈവ് ഡെസ്ക്ടോപ്പ് പോയി എൻ്റർ അടിച്ച് ആ ഡ്രൈവ് പോയിട്ട് റൺ ചെയ്യണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൺ ഡ്രൈവിന്റെ ഉള്ളില് ഡെസ്ക്ടോപ്പിന്റെ ഉള്ളില് നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ നെയിം എന്തായിരുന്നു, ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നമുക്കൊരു എറർ വന്നു. എന്താണ് എറർ, സിന്റാക്സ് എറർ കിട്ടിയിട്ട് അൺടെർമിനേറ്റഡ് സ്ട്രിംഗ് ലിറ്ററൽസ് ആണ്. അൺടെർമിനേറ്റഡ് സ്ട്രിംഗ് ലിറ്ററൽസ് എന്നാൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്തു പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടില്ല. അതെന്താണ് എറർ ആയിട്ട്, അപ്പൊ എവിടെയും ലൈൻ സ്ട്രിംഗ് ഫോം സ്ട്രിംഗ് എൻഡ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. കുറച്ച് കൊടുത്ത് സേവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, എഗെയിൻ നമ്മൾ ഇപ്പുറത്ത് വന്നു മറ്റേ മെത്തേഡ് പൈത്തൺ പ്രാക്ടീസ് നമുക്ക് എന്ത് കിട്ടി, പ്രിന്റ് ആയി. ഇനി സെയിം സാധനം തന്നെ നമുക്ക് സിംഗിൾ കോട്ട് ചെയ്യാം. I'm fine. So my response was like, I'm fine. Really, I'm great. Good. ഒരു ഇൻട്രാക്റ്റീവ് ആയിക്കോട്ടെ. അത് നമ്മൾ എന്ത് ചെയ്തു, സേവ് ചെയ്തു. എന്നിട്ട് ഇതിവിടെ സോറി അപ്പോൾ നമ്മൾ എന്ത് സിംഗിൾ കോൺസിൻ്റെ കൊടുത്ത് നമ്മളൊന്നുകൂടെ കാണിക്കും. നമുക്കത് പ്രിന്റ് ആയിട്ട്. ഇനി നമുക്ക് അടുത്തത് പോകുന്നത് ഫസ്റ്റ് ഇനി നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ബേസിക് ആയിട്ട് നമ്മൾ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അല്ലെ. നമുക്ക് ബേസിക് സിന്റാക്സും സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇൻഡന്റേഷൻ. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കോഡിന്റെയും ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ എഴുതുക അല്ലെ. നമ്മൾ ബാക്കിയുള്ള വിധം സ്ട്രക്ചറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും അല്ലെ. അപ്പൊ ഇന്ന ബ്രേസ് വിത്തിൻ ആ ബ്രേസസിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കോഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ പൈത്തണിൽ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. നമ്മൾ എന്താ ചെയ്യാറ്, നമ്മുടെ എന്ത് ചെയ്യുന്നു, ഇന്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ വരുന്നത്. ഈഫ് കണ്ടീഷൻ ആണെങ്കിലും ശരി, ഫങ്ഷൻസ് ആണെങ്കിലും ശരി, ക്ലാസ് കമ്പോണൻസ് ആണെങ്കിലും ശരി, നമ്മൾ എന്തെങ്കിലും ഓരോ ടാബുകളോ അല്ലെങ്കിൽ സ്പേസസ് യൂസ് ചെയ്തിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ വെറുതെ പ്രിന്റ് 1 2 3 പറഞ്ഞു വെറുതെ നെക്സ്റ്റ് ലൈനിൽ വെറുതെ ഒരു സ്പേസ് ഇട്ട് രസത്തിന് ഒരു സ്പേസ് ഇട്ടിട്ട് പോകാൻ വിചാരിക്കുന്നത്
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യില്ല. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇന്റൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ തന്നെ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ വെറുതെ ഒരു സ്പേസ് ആഡ് ഓക്കെ എന്ന് കേട്ടിട്ട് നമ്മളൊരു സ്പേസ് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ ഇൻഡന്റേഷൻ എറർ അൺഎക്സ്പെക്ടഡ് ഇൻഡന്റ് ബ്ലോക്ക്. അപ്പൊ എവിടെയാണ് വന്നത്? ഈ പ്രിന്റ് ആൻഡ് ക്രിയേറ്റ് പറയുന്നതിന് മുമ്പ് ഒരു അൺഎക്സ്പെക്ടഡ് ഇൻഡന്റ് അങ്ങനത്തെ ഒരു ഇൻഡന്റേഷൻ അവിടെ വരാൻ പാടില്ല. എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഇൻഡന്റേഷൻ വരാൻ പാടില്ല എന്നാണ് അവിടെ ഒരു ബ്ലോക്ക്. അതാണ് നമ്മുടെ എന്ത് പറയുന്നത് ഇൻഡന്റേഷൻ. വെറുതെ പോയി അവിടെ ഇവിടെയും കൊണ്ട് സ്പേസും ടാബും ഇടാൻ പാടില്ല. അതിനൊക്കെ കൃത്യമായിട്ട് സ്പേസും അതേസമയം ഇപ്പം നമ്മള് ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എ എന്നുള്ള വേരിയബിൾ ഉണ്ട്. എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇഫ് എ ഈക്വൽ ടു 1 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ടാബ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് എ പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് കൗണ്ടർ സക്സസ്ഫുൾ എന്നെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു റൺ ചെയ്തു. ഈക്വൽ ടു അതൊരു സിന്റാക്സ് ആണ്. ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പാടില്ല. നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പാടും? ഈക്വൽ ടു ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് ഈക്വൽ ഈക്വൽ അല്ലെങ്കിൽ കോളിംഗ് ഈക്വൽ എന്നുള്ള രീതിയിൽ കൊടുക്കാം. സോ നമ്മൾ ഈക്വൽ ഈക്വൽ കൊടുത്ത് സേവ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? റൺ ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഇവിടെ സിന്റാക്സ് എറേഴ്സ് ഇൻഡന്റേഷൻ സിന്റാക്സ് എറേഴ്സ് ഫസ്റ്റ് വരും കോഡ് റൺ ആവും. സിന്റാക്സ് എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ റൺ ആവില്ല. നമുക്ക് എന്ത് ചെയ്യും? എറേഴ്സ് ഇവിടെ ഞാനിത് എഴുതി വെക്കണം. ഇവിടെ ടാബ് കൊടുത്തു, ഇവിടെ എത്തിപ്പറ്റി സ്പേസ് കൊടുത്താൽ ഇത് വേറൊരു ബ്ലോക്ക് ആയിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പാടില്ല. അത് റൺ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനും ഓരോ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ സേവ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് കിട്ടി? ഐ എം ഗ്രേറ്റ്, ഐ 1 കിട്ടി, കൗണ്ടർ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കിട്ടി. അതാണ് നമ്മുടെ ഇത് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങൾ. വെറുതെ കയറി ഇൻഡന്റൻസ് വേണ്ടാത്തവർക്കും സ്പേസും ഇൻഡൻസും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ഈവൻ ആയിട്ട് നമുക്ക് കൊടുക്കണം. ടാബ് ആണ് യൂസിങ് ടാബ്, സ്പേസ് ആണ് യൂസിങ് സ്പേസ്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഡന്റേഷന്റെ കേസ്. ഇനി നമ്മുടെ കയ്യിൽ വന്ന നെക്സ്റ്റ് കേസ് ആണ് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് ആണെന്നാണ് നമ്മുടെ ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് വളരെ കേസ് സെൻസിറ്റീവ്. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, ലോവർ കേസ് ആണ് ലോവർ കേസ്, വേരിയബിൾ ആണെങ്കിലും അതെ, നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നു? കേസ് സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് എ ഈക്വൽ ടു എന്താ 10 നെക്സ്റ്റ് ഒരു എന്താണ് ഇവിടെ കണ്ടോ? ബ്രാക്കറ്റ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ എന്തിനാ കണ്ടീഷൻ കൊടുത്തു, കോളം കഴിഞ്ഞു, നെക്സ്റ്റ് ഒരു എന്ത് ചെയ്തു? ബ്ലോക്ക് ഡിഫൈൻ ചെയ്തു, സ്പേസ് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു? സ്പേസോ ടാബോ യൂസ് ചെയ്യും, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഒരു സ്പേസിന് പകരം 2 സ്പേസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 3 സ്പേസ് ആണെങ്കിൽ 3 സ്പേസ്. 3 സ്പേസ് ആണ് കൊടുക്കുന്നെങ്കിൽ ആ ബ്ലോക്കിലുള്ള കണ്ടന്റ് മൊത്തം പ്രിന്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രിന്റ് എന്താ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് എന്താ ജെൻഡർ എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫീമെയിൽ. പക്ഷെ എന്താണ് വരേണ്ടത്? ഈ സാധനം അണ്ടർ നമുക്ക് എന്തിലാ വരേണ്ടത്? നമ്മൾ ആരതി എന്നുള്ള ബ്ലോക്കിന്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് കൊടുത്തു? പുറത്താണ് കൊടുക്കുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആരതി എന്നുള്ള പേര് ഉണ്ടായില്ല, ഫീമെയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുതരം എററാണ്, ബഗ്ഗാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? ആരതി ആണെങ്കിൽ ആരതിയുടെ പേര് ഉണ്ടാവണം, ആളാരാണ്, ഫീമെയിൽ ആണെന്നുള്ളതും കണ്ടാവും. ഇതിപ്പോ എന്താ ഉണ്ടായത്? ഈ എ എന്നുള്ള പേരും ഉണ്ടായില്ല, പക്ഷെ ഫീമെയിൽ. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ബ്ലോക്ക് മാറി അല്ലെ? നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊടുക്കുന്നിടത്ത് പകരം പുറത്തു പോകും. ഇനിയിപ്പോ സിംഗിൾ സ്പേസ് ആണെങ്കിലോ നമുക്ക് എക്സെപ്ഷൻ വരും. ഇനി ഡബിൾ സ്പേസ് തന്നെ നമുക്ക് ഒരു സേവ് ചെയ്തിട്ട് ഇനി റൺ ചെയ്തിട്ട് ഇനി നമ്മൾ നോക്കാം എന്തുകൊണ്ടാണ് ആരതിയുടെ പേര് പ്രിന്റ് ആവാതിരുന്നത്? കേസ് സെൻസിറ്റീവ്. നമ്മൾ കൊടുത്തത് എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. അതേസമയം സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ എ ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്യും. അങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ പ്രിന്റ് ആയി അല്ലെ? കൗണ്ടർ ആരതി പ്രിന്റ് ആയി, ഫീമെയിൽ ആണെന്നും പ്രിന്റ്. അതാണ് ഒരു കേസ് സെൻസിറ്റീവ് ആണെന്ന് പറയുന്ന കാര്യം. ഇനി നമ്മൾ
അടുത്ത കാര്യം എന്താ നോക്കേണ്ടത്, വേരിയബിൾസ്. ഡാറ്റ സേവ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത ഡാറ്റ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻക്യൂട്ട് ചെയ്യുക. അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് ഈസി ആക്സസ് ചെയ്യാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ വേരിയബിൾസ്. എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ സേവ് ചെയ്യാറ്, പലതരത്തിൽ ഡാറ്റ യൂസ് ചെയ്യാം അല്ലെ. നമ്മൾ പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ട്രിംഗ് ആയിരിക്കും, ഒരാളെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനാണെങ്കിൽ സ്ട്രിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഒരാളുടെ പേരിൽ ഏജ് അല്ലെങ്കിൽ അതിൽ കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ് നമ്പർ വാല്യൂസ് ആണ് കൊടുക്കും. ഇന്റീജർ എന്ന് പറഞ്ഞാൽ വോൾ നമ്പേഴ്സ് കൊടുക്കും, എനി നമ്പർ എൻ നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് വാല്യൂ എന്ന് പറയുമ്പോൾ പോയിന്റുള്ള ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പേഴ്സിന്റെ നമ്മൾ ഫ്ലോട്ടിംഗ് വാല്യൂസ് ഉണ്ട്. ബൂളിയൻ എയ്തർ ട്രൂ ഓർ ഫാൾസ്, ട്രൂ ഓർ ഫാൾസ് വരാം, അല്ലെങ്കിൽ 1 or 0 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ്. നമുക്ക് എക്സാമ്പിൾ നമ്മൾ ഇപ്പോ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. നമ്മുടെ കയ്യിൽ സ്റ്റുഡന്റ് നെയിം, ഒരു വേരിയബിൾ നെയിം. അപ്പൊ നമ്മൾ എപ്പോഴും വേരിയബിളിനായിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെയിമുകൾ, വേരിയബിൾസിന്റെ നെയിമുകളൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, റീഡബിൾ ഫോം ആയിരിക്കും. പെട്ടെന്ന് കണ്ടാൽ തന്നെ അത് എന്താണെന്നത്, പർപ്പസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കാണാം. സ്റ്റുഡന്റ് നെയിം നമ്മൾ എന്ത് കൊടുക്കും, സ്റ്റുഡന്റ് ഏജ് നമ്മൾ എന്ത് കൊടുക്കും, 18. സ്റ്റുഡന്റ് ടോട്ടൽ എന്താ കൊടുക്കാം, ഒരു 600 നമുക്ക് ഇത് കൊടുത്തു, ഒരു 450 കൊടുത്തു, 450. ആൻഡ് സ്റ്റുഡന്റ് ഇനി നമുക്ക് എന്താ അറിയണ്ടേ, പാസ് ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്, പാസ്റ്റ്. നമുക്കിപ്പോ ഇപ്പൊ തൽക്കാലം നമുക്ക് പാസ്സാണ് അല്ലെ, 50 അത്യാവശ്യം കൊടുക്കുന്നത് ഒരു ഹാഫ് മാർക്കിന് പോകുന്നത്. നമുക്കിപ്പോ പ്രിന്റ് ചെയ്ത് പോകണ്ട, ഇതിന്റെയൊക്കെ ടൈപ്പ് നമ്മളിപ്പോ കൊടുത്ത വാല്യൂസിന്റെ ടൈപ്പ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുത്തു സ്റ്റുഡന്റ് ആണ് നമ്മളിപ്പോ കൊടുത്ത ഡാറ്റ. ഇതിന്റെയൊക്കെ ടൈപ്പ് എന്താണെന്ന് അറിയട്ടെ, പ്രിന്റ് ഡാറ്റ ടൈപ്സ്. നേരത്തെ പറഞ്ഞ ഡാറ്റ ടൈപ്സ് നമ്മൾ 4 ഡാറ്റ ടൈപ്പിന്റെ വാല്യൂസ് നമ്മളോട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഓഫ് എന്ന് യൂസ് ചെയ്യും, സ്റ്റുഡന്റ് നെയിം സേവ് ചെയ്തു. നമുക്ക് കിട്ടിയില്ലേ, ആരത് 18 450 2 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയപ്പോ നോക്കി നോക്കുക, സ്ട്രിങ് കിട്ടി, ഇൻഡ് കിട്ടി, ഇൻഡീജർ, ഇത് ഇൻഡീജർ കിട്ടി, ബോൾ കിട്ടി. ഇനി സപ്പോസ് നമ്മുടെ മാർക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കും, ബോളിന് പകരം സ്മോൾ ലെറ്റർ, നമുക്ക് എറർ കിട്ടി, നെയിം എറർ, ഒരു മറ്റുള്ള വേരിയബിൾ ഇല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് എറേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ട്രൂ കൊടുത്താണ് ബൂളിയൻ വാല്യൂ ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. നമ്മൾ എന്തെങ്കിലും ട്രൂ തന്നെ കൊടുക്കണം. ഇനി വേറൊരു കാര്യം നോക്കാം, അത് മാർക്ക് എന്നുള്ള സാധനം, മാർക്ക് ചിലപ്പോൾ 14 വാല്യൂ ആവും അല്ലെ. നമുക്കിപ്പോ കൊടുത്തപ്പോൾ 415 കൊടുത്തു, നമ്മൾ ഇനി 0.0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ എന്തായിട്ട് എടുക്കും, വേരിയബിൾ എന്തായി ഫ്ലോട്ട് വാല്യൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പ്ലോട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ആയിട്ട് ഏതാ ഇൻഡീജർ നമ്പറിനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് നമുക്ക് കിട്ടി. ക്ലാസ് ഫ്ലോട്ട് നമുക്ക് വാല്യൂ പ്രിന്റ് ആയിട്ട് ശ്രദ്ധിച്ചോ, 0.0 ട്രൂ എന്നാണ്, ബോൾ വാല്യൂ എന്ന് പറഞ്ഞു. അതാണ് എന്താ വേരിയബിൾസും ഡാറ്റ ടൈപ്സും പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്
നമ്മൾ സ്ട്രിങ്സും ഡാറ്റ ടൈപ്പ് വേരിയബിൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതാണ് അടുത്ത പാർട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ചാൽ എന്താ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും സാധനം കൊടുക്കുക അല്ലെങ്കിൽ റീഡ് ചെയ്യുക അല്ലെ, എടുക്കുന്നതിനോ അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇൻപുട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഔട്ട്പുട്ട് ആണെങ്കിലോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം. പ്രിന്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡാറ്റേനെ പ്രിന്റ് ചെയ്തെടുക്കാം. പല വേരിയബിൾസ് ഉണ്ടാവും. നമുക്ക് ഇതിലൊരു ഇതാണ് ബേസിക് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. സപ്പോസ് ഇപ്പൊ ഇതേ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഇപ്പം തന്നെ സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ അല്ലേ, സ്റ്റുഡന്റ് നെയിം എടുക്കാം. നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റുഡന്റ് നെയിം എടുക്കും. സ്റ്റുഡന്റ് നെയിം നിറയും വേരിയബിൾ തന്നെ എടുക്കും. നമ്മൾ എന്ത് ചെയ്തു? ഇന്റർ സോറി ഇൻപുട്ട് ഓഫ് ഇന്റർ സ്റ്റുഡന്റ് നെയിം എന്നെടുത്ത് ക്ലോസ് ചെയ്തു. അത് നമ്മുടെ കുട്ടിയുടെ ഏജ് സ്റ്റുഡന്റ് ഏജ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് ഇന്റർ ദ ഏജ് ഓഫ് സ്റ്റുഡന്റ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റുഡന്റ് ടോട്ടൽ മാർക്ക് നമ്മൾ റീഡ് ചെയ്യും. Total mark and പിന്നെ നമുക്കൊരു ലോജിക് ഉണ്ട്. അതായത് ഇഫ് സ്റ്റുഡന്റ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 ആണെങ്കിൽ നമുക്ക് കൊടുക്കും ഈസ് പാസ്റ്റ്. അതല്ല ആൻസർ. ഇനി നമുക്ക് ഈ ഇൻഫർമേഷൻ ഒന്നും കൂടി പ്രിന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? സ്റ്റുഡന്റ് നെയിം എടുത്തു, ഏജ് എടുത്തു, ടോട്ടൽ മാർക്ക് എടുത്തു. കുട്ടി ടോട്ടൽ മാർക്ക് 200-നേക്കാൾ കൂടുതലാണെങ്കിൽ കുട്ടി പാസ് ആണ്, അല്ലെങ്കിൽ ഫെയിൽ ആണ്. സേവ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ചോദിച്ചു എൻ്റെ ഒരു സ്റ്റുഡന്റ് നെയിം എന്താണ്? കുട്ടിയുടെ പേര് ചുമ്മാ മായ. കുട്ടിയുടെ ഏജ് എത്രയാണ്? 18 ഇരിക്കട്ടെ, സെയിം ഏജ് തന്നെ ഇരിക്കട്ടെ. ടോട്ടൽ മാർക്ക് എത്രയാണ് സ്കോർ ചെയ്തത്? നമുക്കൊരു ചുമ്മാ 122. സി എറർ ഒന്നും എറർ സ്ട്രിങ് ആൻഡ് ഇൻഡീജർ. സ്ട്രിങ് ആൻഡ് ഇൻഡീജറിന്റെ ഇടയിൽ എന്ത് പറ്റില്ല? എക്സെപ്ഷൻ ആയി അല്ലേ? കാരണം എന്താ? സ്റ്റുഡന്റ് എന്ന ഇത് ഇൻഡീജർ ആണ് കൊടുത്തിരിക്കുന്നത്. 200 എന്ന് പറയുന്നത് ഇൻഡീജർ വാല്യൂ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് എന്താണ്? സ്ട്രിങ് ആണ്. നമ്മുടെ ഏതൊന്ന് ഇൻഡീജർ ആണ്, ഒന്ന് സ്ട്രിങ്. നമുക്ക് അറിയാം ഇതാണ് ഇൻഡീജർ അല്ലെ, മറ്റേ വാല്യൂ എന്താണ്? സ്ട്രിങ് ആണെന്നാണ്. അപ്പൊ അതിന്റെ എന്തർത്ഥം? ഇൻപുട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? ഇൻപുട്ട് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? സ്ട്രിങ് വാല്യൂ ആയിരിക്കും. നമുക്ക് സ്റ്റുഡന്റ് നെയിം ആണെങ്കിൽ സ്ട്രിങ് എടുക്കാം അല്ലെ, പക്ഷെ ഏജ് ആണെങ്കിൽ എന്ത് വേണം? എന്താവണം? ഇൻപുട്ട് ഇൻഡീജർ സ്ട്രിങ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ മാർക്കിന്റെ ഒക്കെ കാൽക്കുലേഷൻസ് വരാണെങ്കിൽ തെറ്റും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യും. സ്ട്രിങ്ങിനെ ഇൻഡീജറായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡ് ഓഫ് എന്ന് യൂസ് ചെയ്യും. ഇൻഡ് ഓഫ് എന്ന് യൂസ് ചെയ്തിട്ട് ക്ലോസ് അവിടെ ഇൻഡീജറായി കൺവേർട്ട് ചെയ്യും. അതേസമയം ഫ്ലോട്ടായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ പറഞ്ഞു അല്ലെ, ഫ്ലോട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യും? അതും നമ്മൾ ടോട്ടൽ മാർക്സ് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് 200. ഇനി ചെക്ക് ചെയ്ത് നോക്കണം ഇനി അതായത് വരുമ്പോൾ ഇല്ലോ എന്ന് ചെക്ക്. എന്റെ സെയിം 18 കൊടുത്തു, ഏജ് ഒന്നും അതിന്. സി നമ്മുടെ എറർ പോയിട്ടോ. കാരണം ഇൻഡീജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ ഐഡന്റിഫൈ ചെയ്ത് എടുത്തു. നമ്പർ വാല്യൂ ആയാൽ മതി എന്ന്. നമുക്ക് കിട്ടിയ ഡാറ്റ എന്താണ്? മായ സ്ട്രിംഗ് വാല്യൂ ആണ്, 18 പറഞ്ഞ ഇൻഡീജർ വാല്യൂ ആണ്, മറ്റേ 122 പറഞ്ഞ ഫ്ലോട്ട് ആണ്, ആൻഡ് ഫാൾസ് എന്നുള്ളത് ബൂലിയൻ വാല്യൂ. നമുക്ക് ഇങ്ങനെ കറക്റ്റ് ടൈപ്പ് കിട്ടും. നമുക്ക് ഒന്നും കൂടി ഒന്ന് റൺ ചെയ്തിട്ട് ഡാറ്റ എഴുതുക. എന്താണ് സ്റ്റുഡന്റ് നെയിം? 18 പാസ് മാർക്ക് നമുക്ക് കൊടുക്കാം 4
90 സ്കോർ ചെയ്തിട്ടുണ്ട്. സി ആള് പാസ്സായിട്ട് നോക്കി നമുക്ക് എന്ത് കിട്ടി? ക്ലാസ് ടൈമും കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള കേസിൽ നമ്മൾ കാണിച്ചത്. ഇനി നമ്മൾ നെക്സ്റ്റ് സിംഗിൾ ലൈൻ കമന്റ്സ്, മൾട്ടി ലൈൻ കമന്റ്. അതിന്റെ പർപ്പസ് എന്താണ്? നോക്കിയപ്പോ നമ്മുടെ ഈ കോഡ് കണ്ടു, നമ്മളിപ്പോ എഴുതി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ കോഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് ഭയങ്കര ക്ലംസി ആയിട്ട്, ഭയങ്കരമായിട്ട് എന്താണ് ഒരു ഇതാണ് അല്ലെ. പക്ഷെ നമുക്ക് ഇതിനെ നമുക്ക് കുറച്ച് വൃത്തിയിൽ എന്തിനാണ് ചെയ്യുന്നത്, എന്താ പർപ്പസ് എന്നുള്ളത് നോക്കാം. പക്ഷെ ഇതിലൊന്നും നമ്മൾ എഴുതുന്ന കോഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഹാഷ് യൂസ് ചെയ്തിട്ട് കമന്റ് ആക്കും. ഒരു സിംഗിൾ ലൈൻ കമന്റ് ആണ്, സിംഗിൾ ലൈൻ മാത്രം നമുക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഷ് ഇൻ ഫ്രണ്ട് ഓഫ് യൂസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? എന്ത് പറയാനാണത്? ഗ്രീറ്റിംഗ്സ് ആൻഡ് നമുക്ക് ഈ ലൈൻ ഓഫ് കമന്റ് വേണ്ട. നമ്മൾ ജസ്റ്റ് ഹാഷ് യൂസ് ചെയ്താൽ അത് സേവ് ചെയ്തിട്ട് നോക്കി നോക്കാം. ആ ഒരു പീസ് ഓഫ് ലൈൻ നമുക്ക് എന്താവില്ല? എക്സിക്യൂട്ടേ ആയിട്ടുണ്ടാവില്ല. ഹായ് എന്നുള്ളത് ഹായ് ഹൗ ആർ യു ഗ്രീറ്റിംഗ്സ് നമ്മൾ കൊടുത്ത ലൈന് വന്നില്ല. അത് കഴിഞ്ഞ് എന്താ വന്നേ? അത് കഴിഞ്ഞിട്ട് ഐ ആം ഗ്രേറ്റ് എന്നുള്ള സാധനം വന്നേ ഇല്ല. അതിനുശേഷം നേരെ പോയി 1 ആണ് പ്രിന്റ് ആയത് അല്ലെ. അതാണ് എന്ത്? ഈ സിംഗിൾ ലൈൻ കമന്റ്സ് എന്ന് പറയുന്നത്. അത് കമന്റ് ചെയ്യാം. നമുക്ക് ആ കോഡോ ഏതെങ്കിലും ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കമന്റ് ചെയ്തെടുക്കാം. അതാണ് സിംഗിൾ ലൈൻ കമന്റ് യൂസിങ് ഹാഷ്ടാഗ്സ്. ഇനി സപ്പോസ് നമുക്ക് ഈ കോഡ് മുതൽ ഈ ഒരു പീസ് വരെ നമുക്ക് എന്ത് വേണ്ട? റൈറ്റ് ചെയ്ത്, അതായത് ഈ ഒരു പീസ് വരെ നമുക്കിപ്പോ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ നമുക്ക് വേണ്ട, പ്രിന്റ് ചെയ്യേ വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രിപ്പിൾ കോട്ട്സ്, അതായത് സിംഗിൾ കോട്ട്സ് ഇങ്ങനെ മൂന്ന് എവിടെയാണോ വേണ്ടത് അവിടെ വരെ നമ്മൾ എന്ത് ചെയ്തു? ഈ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യും. അതാണ് മൾട്ടി ലൈൻ കമന്റ്സ് എന്ന് പറയുന്നത്. അത്രയും പീസ് ഓഫ് ലൈൻസ് എന്ത് ചെയ്യില്ല, അത്രയും പീസ് ഓഫ് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇപ്പൊ നോക്കി നോക്ക്, ഇവിടെ നമ്മൾ ആരതി വരെ മുതലുള്ള കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. ഈ കൗണ്ടർ സക്സസ്ഫുൾ എന്ന പീസ് നമുക്ക് വന്നിട്ടില്ല. ഇവിടെ നെയിം വന്നു. ഇനി സപ്പോസ് നമുക്ക് ഈ റീഡിങ് ഇൻപുട്ട് റീഡിങ് സാധനങ്ങളൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഈ പീസ് അതേപോലെ ഈ പീസ് ഇപ്പൊ തൽക്കാലം നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കണ്ട എന്നുണ്ട്. ഈ ഒരു പീസ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യണം, പിന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊരു വേ ഓഫ് കമന്റിങ് ഇങ്ങനെ വെച്ചാൽ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്ത് നമുക്കിത് ഈ ഒരു ലൈൻ ഇവിടെ വരെ നമുക്ക് സെയിം ഇതിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് പൈത്തൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് റീഡ് ചെയ്യുന്നതും നമുക്ക് വന്നില്ല, ഇതല്ല. അപ്പൊ പുറത്തേക്ക് ഇപ്പൊ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഇപ്പോഴും എൻട്രി ചെയ്യണം, വെറുതെ എക്സ്പോഷൻ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് കമന്റ് ചെയ്തപ്പോൾ ഈ ഒരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ മാത്രം വന്നു. ഇനി ഏതൊരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു റീഡിങ്ങിന്റെ ഒരു ഇതുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ഫംഗ്ഷൻ പോലെ ഡിഫൈൻ ചെയ്തു. സപ്പോസ് ഒരു ഫംഗ്ഷൻ പോലെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡെഫ് എന്നിട്ട് എന്താണ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. ഫംഗ്ഷൻ കൊടുത്തു. ഇൻപുട്ട് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ബ്ലോക്ക് ആയിട്ട് കൊടുത്തു. എന്നിട്ട് ടാബ് കൊടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സിക്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇതിന് എന്താ പർപ്പസ് എന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും മൈൻഡിന് വെക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പർപ്പസ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ലൈൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെറ്റിംഗ് ദ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഫോർ ദ അക്കാദമിക് ഇയർ 2024-2025 എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ എന്താണ് പർപ്പസ്. നമ്മൾ എന്താണ് പർപ്പസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ, ഡോക്യുമെന്റേഷൻ പർപ്പസ് അങ്ങനത്തെ സ്ട്രിങ്സ് അല്ലെങ്കിൽ ഡോക് സ്ട്രിങ്സ് അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ടൈപ്പ് ഓഫ് കമന്റിങ് ആണ്. സെയിം തന്നെ മൾട്ടിലൈൻ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, സിംഗിൾ കോട്ട്സ് യൂസ് ദാറ്റ്സ് ഓൾ. നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ഓവറോൾ ഇന്നത്തെ ടോപ്പിക്സ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് പൈത്തൺ എന്തൊക്കെയാണ് ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഡാറ്റ ടൈപ്സുകൾ വരുന്നത്, അതിന്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.